ശ്രീ രാജേന്ദ്രൻ, നരേന്ദ്രമോദി വീണ്ടും ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം, അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ടുണ്ടായ രാഷ്ട്രീയ നേട്ടങ്ങളും രാജ്യ നേട്ടങ്ങളുമാണ് വെളിപ്പെടുത്തൽ. എങ്ങനെ വിലയിരുത്താം? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്നത് ഒരു കാമത്താണ് നടത്തിയിരിക്കുന്നത്. നമ്മൾ അത്ര പ്രസിദ്ധനായിട്ടുള്ള നിഖിൽ കാമത്ത് എന്നാണ്. നിഖിൽ കാമത്ത് എന്നാണ് അദ്ദേഹത്തിന്. അത്ര പ്രസിദ്ധനായിട്ടുള്ള ആളൊന്നുമല്ല. സാമ്പത്തിക സർവീസ് കമ്പനിയായ സിറോധയുടെ സഹസ്ഥാപകൻ, പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലല്ല അദ്ദേഹം അറിയപ്പെടുന്നത്. വളരെ സരസമായിട്ടുള്ളൊരു സംഭാഷണമായിരുന്നു അത്. ഏറ്റവും അധികം റെക്കോർഡ് വ്യൂവർഷിപ്പാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. കേൾവിക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണത്. പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ടാണ് മോദി വരുന്നത്. മറ്റെല്ലാം എക്സ് ഉൾപ്പെടെ എല്ലാം ഇതിലും സോഷ്യൽ മീഡിയയുടെ എല്ലാ രംഗങ്ങളിലും നമ്പർ 1 ആണ് ലോകത്തിൽ തന്നെ അദ്ദേഹം. കോടിക്കണക്കിന് ആരാധകരും ഫാൻസും ഫോളോവേഴ്സും ഉള്ള ആളാണ് അദ്ദേഹം. ഇതിൽ 2 സുപ്രധാന കാര്യങ്ങൾ അദ്ദേഹം പറയും. ഒന്ന് ഹൃദയത്തിൽ കൊള്ളുന്നത്, മറ്റ് മസ്തിഷ്കത്തിൽ കൊള്ളുന്നത്. അദ്ദേഹം പറഞ്ഞ മസ്തിഷ്കത്തിൽ കൊള്ളുന്ന കാര്യം തന്നെ ആദ്യം പറഞ്ഞത് പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. നമുക്കിത് നിസ്സാരമായിട്ട് തോന്നാം. പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ മൊരട്ട് തത്വവാദമില്ല, വരട്ട് തത്വവാദമില്ല. അതിൽ തന്നെ പിടിച്ച് എൻ്റെ മുയലിന് 4 കൊമ്പ് എന്ന മട്ടിൽ നിൽക്കുകയില്ല. നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഘർഷങ്ങൾക്കും പരാജയങ്ങൾക്കും പിന്നാക്കാവസ്ഥയ്ക്കും കാരണം ഇത് തന്നെയാണ്. CPM അവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രോളിറ്റേറിയൻ സോഷ്യലിസം, അത് ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെയുള്ള അതിൽ ആടിയുറച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് കറക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, തിരുത്തൽ രേഖ കൊണ്ടു കഴിഞ്ഞാൽ അവരെ പാർട്ടി ശിക്ഷിക്കുകയും കൊല്ലുകയും ചെയ്യാം. ലോകമെമ്പാട് ഇത് തന്നെ സ്ഥിതി. സോഷ്യൽ ഡെമോക്രസി, അതുകൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇവർ തയ്യാറല്ല. വെള്ളം ചേർക്കുകയാണെന്ന് പറയും. ചില മതങ്ങളും അതുപോലെ. ചില മതങ്ങൾ ഏതോ ഇരുണ്ട നൂറ്റാണ്ടുകളിലെ തത്വങ്ങളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ലെവലേശം പരിഷ്കാരം, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരെ അത് കൊല്ലും. വെച്ചുകൊണ്ടിരിക്കുകയില്ല. മതത്തിൽ വെള്ളം ചേർത്തു എന്ന് പറഞ്ഞു. മൗദൂദിസം എന്ന് പറയുന്ന തരത്തിലുള്ളത് ബംഗ്ലാദേശിൽ ഭരിക്കുന്ന അത്തരമാണ്. വെള്ളം ചേർക്കാത്ത ഈ മതവാദം, അത്തരത്തിലുള്ള മതവാദങ്ങൾ പരിശുദ്ധമായ ഭാവമാണ്. അത് പരിശുദ്ധമല്ല, കാലങ്ങളുടെ പഴക്കം കൊണ്ട് ജീർണിച്ച ഒന്നാണ് ഏത് ആശയമായാലും. അത് തന്നെയാണ് ഇദ്ദേഹവും ഈ പറയുന്നത്. എൻ്റെ ആശയങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റാൻ തയ്യാറാണ്. പുതിയതായ ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരണം. അവർക്ക് നവങ്ങളായിട്ടുള്ള ആശയങ്ങളുണ്ടാവും. മസ്തിഷ്കം അവരുടെ പ്രവർത്തനക്ഷമമാണ്. അത് വെച്ചുകൊണ്ട് പുതിയ ആശയങ്ങളും ഐഡിയകളും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ കണ്ടെത്തിയാൽ നമ്മളിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടി മുകളിലേക്കാണ് അവർ പോകുന്നത്. അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനെ വെട്ടി നിരത്തുന്ന തത്വശാസ്ത്രമല്ല നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഇദ്ദേഹത്തെ ഏറ്റവും പിന്തുരിപ്പനായിട്ടുള്ള ആശയമുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഈ ഒരു വാക്യത്തോടു കൂടി അദ്ദേഹം ഏറ്റവും പുരോഗമന ആശയക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറുകയാണ്, ജ്ഞാനസ്നാനം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സംശയമില്ല, മാറ്റാൻ തയ്യാറാണ്. അല്ല ചിരന്തനമായിട്ടുള്ള സനാതന ധർമ്മങ്ങൾ അതിൽ തന്നെ കടിച്ചു നോക്കി നിൽക്കുക എന്നുള്ളതല്ല. അതിന് മാറ്റം ആവശ്യമുണ്ടെങ്കിൽ മാറ്റാം. ആവശ്യമെങ്കിൽ പുതിയ യുവാക്കൾ വരട്ടെ, അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് മാറ്റാൻ തയ്യാറാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നേഷൻ ഫസ്റ്റ്, രാഷ്ട്രമാദ്യം. രാഷ്ട്രം പുരോഗമിക്കാൻ ഈ ആശയങ്ങളെ മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റാം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാറ്റണം. അല്ല എൻ്റെ തത്വവാദത്തിൽ, എൻ്റെ വരട്ട് തത്വവാദത്തിൻ്റെ നിലപാട് തറയിൽ നിന്നേ ഈ രാഷ്ട്രം വികസിക്കാവൂ എന്നുള്ള കടുംപിടുത്തമൊന്നും വേണ്ട. അങ്ങനെ ആരും പറയുകയും വേണ്ട. ഒരു സുപ്രധാനമായ കാര്യം അതാണ്. രണ്ടാമത്തേത് നമ്മളെ കരയിപ്പിക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആശയമായിരുന്നു സൈനികനാവുക എന്നുള്ളത്. സൈനികൻ എന്ന് പറഞ്ഞാൽ ഉന്നത പദവിയിൽ, സൈനിക കോളേജിലൊക്കെ പോയിട്ട് വേണ്ടത്ര പരിശീലനങ്ങളൊക്കെ നേടി ഒരു സൈനികനാവുക. പക്ഷേ അച്ഛൻ വെറും ചായ വിൽപ്പനക്കാരനാണ്, അതിന് പണമില്ല. പല കുട്ടികൾക്കും എപ്പോഴും സംഭവിച്ചിരിക്കും. മെഡിക്കൽ കോച്ചിങ്ങിന് പോകാൻ പണമില്ലാത്തവർ, അതുപോലെ എൻജിനീയറിങ്ങിന് പണം കൊടുത്ത് കയറാൻ പറ്റാത്തവർ, എന്തിനധികം മൊബൈൽ പോലും വാങ്ങാൻ പണമില്ലാത്തവരുടെയൊക്കെ കഷ്ടവും ദൈന്യവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ദിവസവും. ഒരുപാട് കേസുകളുണ്ട്.
രക്ഷയില്ലാതെ വന്ന് SSLC ബുക്ക് പണയം വെച്ചിട്ട് മൊബൈൽ വാങ്ങിക്കുന്നവരുണ്ട്. ഒരാളുടെ ആഡംബരത്തിൻ്റെ രൂപമായിട്ട് ഐഫോണും ഐപോഡും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇവനൊരു ചെറിയ മൊബൈലെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹം തോന്നുന്നില്ലേ? അതാണ് നമ്മുടെ രാജ്യം ഉയർത്തുന്ന ഏറ്റവും വലിയ ഈ സാമ്പത്തിക അന്തരത്തിൻ്റെ വെല്ലുവിളി. അതുപോലായിരുന്നു മോദി. കൂട്ടുകാരൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചില വെളിപ്പെടുത്തൽ നടത്താൻ എന്താ കാര്യം അങ്ങനെ വരുന്നത്? അതേ കാര്യം തന്ത്രപരമായിട്ട് ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രധാനപ്പെട്ട പറഞ്ഞ അതിൻ്റെ ആദ്യത്തെ കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ആദ്യമേ തന്നെ പച്ച മനുഷ്യനാണ് ഞാൻ, എനിക്ക് തെറ്റ് പറ്റാം, ഞാൻ ദൈവമൊന്നുമല്ല. RSSൻ്റെ മോഹൻ ഭാഗവത് ഇദ്ദേഹത്തെ എന്ത് പരോക്ഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടുകൊടുത്തൊരു കാര്യം, സമൂഹമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലാതെ ഏതെങ്കിലും വ്യക്തിയല്ല. ഒരു വ്യക്തിയും സമൂഹത്തിന് അതീതമല്ല. ഇതെന്താ മോഹൻ ഭാഗവത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ആരും അത് സമ്മതിച്ചു. ഇത് പ്രസ്ഥാനത്തിന് മുകളിലേക്ക് മോദി പോകുന്നുവെന്ന് തോന്നുന്നുണ്ടോ? ആ പ്രസ്ഥാനത്തിന് മുകളിലേക്ക് മോദി പോകുന്നു എന്നല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, ജനങ്ങളങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കാം. അപ്പോൾ അതിനൊരു തിരുത്താണ് വന്നത്. അല്ല, മോദിയുമായിട്ട് നേരിട്ട് എതിർപ്പല്ലെന്ന് മോഹൻ ഭാഗവത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് കാൾ മാർക്സും പറഞ്ഞത്. ചരിത്രമാണ് വ്യക്തികളെ സൃഷ്ടിക്കുന്നത്. കാൾ മാർക്സിനെ തന്നെ സൃഷ്ടിച്ച ചരിത്രമാണ്. യൂറോപ്പിൽ വ്യവസായ വിപ്ലവം കത്തിപ്പടർന്നപ്പോൾ ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മുതലാളിമാർ തൊഴിലാളികളെ ഇട്ട് 18ഉം 20ഉം മണിക്കൂർ കഷ്ടപ്പെടുത്തി ഒന്നും കൊടുക്കാതെ പട്ടിണി കിടന്ന തൊഴിലാളികളും അവരുടെ കുട്ടികളും മരിച്ചപ്പോൾ, അനുദാഹരണമായിരുന്നു കാൾ മാർക്സിൻ്റെ കുട്ടികളും മരിച്ചു, പട്ടിണി കിടന്ന് മരിച്ചവരാണ്. അദ്ദേഹം ഈ പുസ്തകങ്ങൾ എഴുതുമ്പോഴും അതായിരുന്നു യൂറോപ്പിലെ അന്നത്തെ സ്ഥിതി. അതുപോലെ തന്നെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ പാവപ്പെട്ട തൊഴിലാളികളും കർഷകരും ഒക്കെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്തേക്ക് തങ്ങൾക്ക് ആഹാരം വേണം, കുട്ടികൾക്ക് വസ്ത്രങ്ങൾ വാങ്ങാൻ പണം വേണമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ, പട്ടിണി കിടക്കുന്ന ആൾക്കാർ പോയപ്പോൾ, ആ പട്ടിണിയാതെക്കെതിരെ വെടിയൊച്ചകൾ മുഴക്കിക്കൊണ്ട് അവരെ കൊന്നു. അവിടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ മുകളിൽ ആ മൈതാനത്ത്, ഇപ്പോഴും ആ മൈതാനം അവിടെ ഉണ്ട്, കൊന്നു അവിടുത്തെ രാജാവ്. അതിനെ തുടർന്നാണ് ഒരു സാഹചര്യം ഉണ്ടാകുകയും ആ സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഒക്ടോബർ റവല്യൂഷൻ അവിടെ ഉണ്ടാകുകയും ലെനിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവം നടത്തിക്കൊണ്ട് രാജാവിനെ ഉൾപ്പെടെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് അവർ ഭരണത്തിൽ വരികയും ചെയ്തു. ആ സാഹചര്യമാണ് ലെനിനെ സൃഷ്ടിച്ചത്. ആ സാഹചര്യം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ലെനിൻ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ കേരളത്തിൽ നമ്മുടെ കയർ തൊഴിലാളികൾ, അതുപോലുള്ള തൊഴിലാളികളുടെ അരക്ഷിതാവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു EMS ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല, ഒരു AKG ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആ കാലഘട്ടമാണ് അവർ സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെയാണ് മോദിയും ഈ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. അത് ഏറ്റെടുക്കാൻ ഈ മോദി അല്ലെങ്കിൽ വേറൊരാൾ വന്നേനെ. അതുകൊണ്ട് ഈ വ്യക്തി താൻ്റെ മഹത്വം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നും ആരും വിചാരിക്കേണ്ട. നമ്മളെല്ലാം ആ വ്യക്തികളുള്ള വ്യക്തികളെല്ലാം കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. അവരെ നമ്മൾ അമിതമായിട്ട് വീരാരാധന നടത്തേണ്ട കാര്യമൊന്നുമില്ല. അവരെ പഠിക്കുകയും മനസ്സിലാക്കുകയുമാണ് ചെയ്യേണ്ടത്. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ആശയങ്ങളുണ്ടെങ്കിൽ ആ ആശയങ്ങളുടെ പടവുകൾ കയറി മുകളിലോട്ട് പോവുക, രാഷ്ട്രത്തെ നയിക്കുക, സമൂഹത്തെ നയിക്കുക. ഇത് വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ലിബറലായിട്ടുള്ളൊരു പാർട്ടിയാണത്, അല്ലാതെ ഒരു യാഥാസ്ഥിതിക കക്ഷിയല്ല അതെന്നുള്ള വെളിപ്പെടുത്തൽ കൂടിയാണ്. ഇത് തീർച്ചയായിട്ടും RSSനും സ്വീകരിക്കാം. നമ്മൾ വന്ന ചോദ്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ താൻ പച്ചമനുഷ്യനാണ്, ദൈവമല്ല എന്നുള്ളത് പറയുക വഴി മോഹൻ ഭാഗവത് പറഞ്ഞതാണ് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കേജ്രിവാൾ ഒരു പരാജയ ഭീതി കൊണ്ട്, അദ്ദേഹം ജയിക്കുന്നതെല്ലാം ഈ ഫ്രീ ബീസ് കൊണ്ടാണ്, ജനങ്ങൾക്ക് സൗജന്യം നൽകാമെന്ന് പറഞ്ഞ് അവർ പാവപ്പെട്ട ജനങ്ങളെ മോഹിപ്പിച്ച് അവരുടെ വോട്ട് കൊണ്ടാണ്, ഫ്രീ ബീസ് കൊണ്ടാണ് ജയിക്കുന്നത്. സർവേയിൽ വെളിപ്പെട്ട കാര്യമാണ്. ആ ഫ്രീ ബീസ് കൊണ്ട് ജയിക്കുന്ന ആൾക്ക് ഈ പ്രാവശ്യം അതിനപ്പുറത്തൂടെയുള്ള ഫ്രീ ബീസ് ഇപ്പോൾ BJP പ്രഖ്യാപിച്ചപ്പോൾ ഒരു പരാജയ ഭീതി തോന്നി. നിൽക്കക്കള്ളിയില്ലാതെ അദ്ദേഹം സഹായം തേടിയത് ആരുടെയാണ്? RSSൻ്റെ. BJPക്കെതിരെ RSSൻ്റെ സഹായമാണ് അദ്ദേഹം തേടിയത്. നേരിട്ട് മോഹൻ ഭാഗവതിനോടാണ് പറഞ്ഞത് BJPക്കെതിരെയുള്ള പരാതി. മനസ്സിലായോ? അപ്പോൾ അത്ര മാത്രം RSS സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്, സംസ്ഥാനമാണ് ഡൽഹി. അപ്പോൾ അവിടെ ഈ മോഹൻ ഭാഗവത് പറഞ്ഞത് അംഗീകരിക്കുകയാണ് ഇപ്പോൾ മോദി ചെയ്തത് എന്ന് പറഞ്ഞാൽ RSSുമായിട്ട് ഒത്തുവെച്ചേരാനുള്ള ഒരു അടവ് നയവും കൂടിയാണ് ഈ പോഡ്കാസ്റ്റിൽ കൂടി വെളിപ്പെട്ടത്. അദ്ദേഹം അങ്ങനെ പറയാനും കാരണം അദ്ദേഹം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയം എനിക്ക് ആരെയും വേദനിപ്പിക്കണമെന്നും ആഗ്രഹമില്ല, പക്ഷേ രാഷ്ട്രീയമായിട്ട് എനിക്ക് പ്രചാരണം നടത്തേണ്ടി വരും, അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ആരെയും വേദനിപ്പിക്കണമെന്നുമില്ല, പക്ഷേ രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ തൻ്റെ കക്ഷിയുടെ വിജയത്തിന് വേണ്ടി അത് ആവശ്യവുമാണ്. അതും അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെയും വേദനിപ്പിക്കുന്ന കാര്യമാണ്. അദ്ദേഹം MLA ആയിട്ട് 2 ദിവസം കഴിയുമ്പോഴാണ് ഗോത്ര കലാപം. 90 പേരെ ആ ട്രെയിനിലിട്ട് ചുട്ടങ്ങ് കൊന്നു. പക്ഷേ ഈ ഫ്രോസ്റ്റ് എന്താ ചെയ്യുന്നത്, ഫ്രൈ ചെയ്യുന്നത് പോലെയല്ല, ചുട്ടു കൊല്ലുന്നത് പോലെ, നമ്മൾ കപ്പയൊക്കെ ചുടുന്ന പോലെ മനുഷ്യ ജഡങ്ങൾ ചുട്ട അവസ്ഥയിൽ കരിഞ്ഞ് കണ്ടത് അദ്ദേഹത്തിനെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ കരച്ചിലടക്കി, കാരണം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് ആ കരച്ചിലടക്കി. മോദി കരഞ്ഞിരുന്നെങ്കിൽ ആ കലാപം കുറച്ചുകൂടി രൂക്ഷമായി, സ്വയം നിയന്ത്രിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യരെ തകർന്നു പോകുന്ന, അവരുടെ വികാരങ്ങൾ അണപൊട്ടി ഒഴുകുന്ന ചില നിമിഷങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് അവിടെ നിയന്ത്രിച്ചേ പറ്റൂ. അവരുടെ നിയന്ത്രണം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ നിയന്ത്രണം എന്തായിരിക്കും? അപ്പോൾ ഈ തുറന്നു പറച്ചിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിക്കും BJPക്കും ഒരു വലിയൊരു മൈലേജ് കൂടിയാണ്. തീർച്ചയായിട്ടും വളരെ മൈലേജ് കൂട്ടും. തന്നെയല്ല, അദ്ദേഹത്തിനെ ഒരു ഫാഷിസ്റ്റ് എന്ന് വിളിക്കുന്നവർക്കുള്ള ചുട്ട മറുപടി തന്നെയാണ് ഈ പോഡ്കാസ്റ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.